ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ, അനാനുണ്ട്. അപ്പോൾ അവന് ഇന്ന് സുഖമില്ലാത്തതുകൊണ്ട് വന്നില്ല, അപ്പം ആനയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ ബിരിയാണി ചലഞ്ചിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പം അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അത് ഭയങ്കര ഒരു സക്സസ് ആയിരുന്നു. അത് നിങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് വൻ വിജയമായി. അപ്പം ഞങ്ങൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വലിയൊരു വൻ വിജയമാവുന്നു. പക്ഷെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഒരു വൻ വിജയമാക്കി തന്നിരിക്കുകയാണ്. അപ്പം എത്ര നന്ദി പറഞ്ഞാൽ തീരില്ല. അപ്പം എല്ലാവർക്കും വലിയൊരു നന്ദി പറയാണ്. അപ്പം പിന്നൊരു കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മുടെ KMCCയുടെ പ്രവർത്തകന്മാരായാലും എല്ലാവരും അവർക്ക് അവരുടെ ജോലി ഉണ്ടായിട്ടും അത് മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങിയത്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും സക്സസ് ആയി. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിന്ന് ഒരു കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് സഹകരിച്ചു. ഞാൻ വഴിയെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ബിരിയാണി ചലഞ്ച് വൻ വിജയമായിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒത്തിരി വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട്, സംഭാവനയായിട്ടും ബിരിയാണി മേടിച്ചിട്ടൊക്കെ ഒത്തിരി വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നതിൽ ഒരുപാട് വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും നമ്മളൊരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും സഹായിക്കാനുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഓരോ സ്ഥാപനങ്ങൾ. അപ്പോൾ നമുക്ക് ചിക്കൻ തന്ന് സഹായിച്ചത് അൽ മെയ്ലി ഗ്രൂപ്പ്, ക്യാപിറ്റൽ സൂപ്പർ മാർക്കറ്റ്, മലബാർ ഹൈപ്പർ മാർക്കറ്റ്, സഹറ സൂപ്പർ മാർക്കറ്റ്, സ്വല സൂപ്പർ മാർക്കറ്റ്. പിന്നെ സ്പൈസസും അരിയും തന്നത് ടേസ്റ്റി ഫ്ലോർ മിൽസ്, സാബിറ ഫ്ലോർ മിൽസ്, ഫാത്തിമ ഫ്ലോർ മിൽസ്. പിന്നെ നമുക്ക് വെജിറ്റബിൾ തന്ന് സഹായിച്ചത് സാബിറ വെജിറ്റബിൾസ്, ജമീല വെജിറ്റബിൾസ്, അൽനൂർ വെജിറ്റബിൾസ്. പിന്നെ പാക്കിങ്ങിന് ആവശ്യമായ കണ്ടെയ്നറുകളൊക്കെ തന്നത് നിബ്രാസ് പാക്കിംഗ് ആണ്. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഇത്രയും ബിരിയാണി ഉണ്ടാക്കി തന്നത് ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ ടേസ്റ്റി ഫുഡിൽ അമീർക്കയാണ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ അമീർക്ക് അറിയപ്പെടുന്നതിന് അമീർക്കാസ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു നമ്മൾ എന്താ പറയുക, ഇത്രയും ബിരിയാണി നല്ല ടേസ്റ്റിലും പിന്നെ ഒരു പരിമിതമായ സ്ഥലത്ത് വെച്ചിട്ടും പിന്നെ ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ ഉണ്ടാക്കി തരണമെങ്കിൽ ആ മനസ്സ് നമ്മൾ കാണാതെ പോരുത്. വലിയൊരു മനസ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് വലിയൊരു നന്ദി തന്നെ പറയുകയാണ് നമുക്ക് ഇത്രയും ബിരിയാണി ഉണ്ടാക്കി തന്നതിന്. പിന്നെ നമുക്ക് ഇങ്ങനെ ബിരിയാണി മേടിച്ചിട്ടും പിന്നെ ഒത്തിരി സംഭാവനയായിട്ട് ഒത്തിരി സ്ഥാപനങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ഒത്തിരി സ്ഥാപനങ്ങൾ നമുക്ക് സംഭാവനയായിട്ടും ബിരിയാണി മേടിച്ചിട്ടൊക്കെ സഹായിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ KMCC പ്രവർത്തകന്മാരെ പറ്റി പറയുകയാണെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്തുകൊണ്ടാണ് ഇത്രയും വിജയമായത്. അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഭംഗിയായത്. അവരും ഇതിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മുടെ KMCC ആണെങ്കിലും എന്തൊരു പ്രശ്നം വരുമ്പോഴും അവിടെ കൈത്താങ്ങായിട്ടുണ്ടാവും. അപ്പോൾ KMCC എന്തൊരു ചെറിയ കാര്യങ്ങൾ ഏറ്റെടുത്താലും അതൊരു സക്സസ് തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് കാര്യങ്ങൾ ഏറ്റെടുത്താലും അത് വൻ വിജയമാകും. അപ്പോൾ ഇനിയും ഇങ്ങനെ എന്ത് കാര്യങ്ങൾ ഏറ്റെടുത്താലും വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ചലഞ്ച് ഭംഗിയായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ബിരിയാണി ചലഞ്ചിലൂടെ ദിബ KMCC സംഘടിപ്പിച്ച 4.5 ലക്ഷം രൂപയുടെ ചെക്ക് സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും സലാം സാഹിബിൻ്റെയും സാന്നിധ്യത്തിൽ നമ്മുടെ പ്രസിഡന്റ് ദിബ KMCCയുടെ പ്രസിഡന്റ് കുഞ്ഞമ്മദ് ഹാജിയും സെക്രട്ടറി നാസർ എന്നിവരാണ് കൈമാറിയത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നന്ദി പറയാണ്, ഞങ്ങളുടെ പേരിലും KMCCൻ്റെ പേരിലൊക്കെ. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു പ്രകൃതി ദുരന്തങ്ങളൊന്നും വരാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും.